ഹലോ ലിറ്ററേച്ചർ enthusiast. അപ്പോ എക്സാംസ് ഒക്കെ ഇങ്ങ് അടുത്തല്ലേ? എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും എന്ന് അറിയാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കുറച്ച് എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് BA തേർഡ് ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ എക്സാം ഡൈനാമിക്സ്. അപ്പൊ നമ്മൾ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ളതിന് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം. ആൻഡ് അതിന് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ആണ് നോ യുവർ എക്സാം സ്ട്രക്ചർ. എന്താണ് എക്സാം സ്ട്രക്ചർ? നമുക്കറിയാം നമ്മുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേപ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ് എഴുതേണ്ടത്. വളരെ ലെങ്തി ആയിട്ടുള്ള എസ്സേസ് ഒക്കെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുത്ത് വായിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ടാണെങ്കിലും ക്രിട്ടിക്കൽ റെസ്പോൺസസ് ആയിട്ടാണെങ്കിലും തിമാറ്റിക് ആയിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. അതുപോലെ തന്നെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഭയങ്കര വെയ്ഗ് ആയിട്ട് കുറേ എഴുതി വെക്കാതെ എഴുതുന്നത് ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോക്കസ് ഏരിയ. നമ്മുടെ തേർഡ് ഇയർ BA ഇംഗ്ലീഷിൽ ടോട്ടൽ 8 പേപ്പേഴ്സ് ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ആൻഡ് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ടോട്ടൽ 4 കോർ പേപ്പേഴ്സും ബാക്കി 4 ഇലക്റ്റീവ് പേപ്പേഴ്സും ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കോർ പേപ്പേഴ്സിനാണ്. ആൻഡ് അതിനകത്ത് തന്നെ ഏറ്റവും നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ടൈപ്പ് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറും പിന്നെ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ 2 പേപ്പേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കോർ പേപ്പറിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. സോ ക്രെഡിറ്റ് ബേസ്ഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ഈ 2 പേപ്പേഴ്സിന് തന്നെയാണ്. അപ്പൊ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സും അതുപോലെ തന്നെ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പേഴ്സിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം റിക്കറിംഗ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ തീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഗുലർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആൻഡ് അതിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ പഠിച്ചു വെച്ചിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. സോ ഇതാണ് ആ ഒരു ഇഗ്നോ എക്സാം ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം. സോ മൈൻഡിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും മുന്നേ വെക്കുക. ആൻഡ് നെക്സ്റ്റ് സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ്. അപ്പൊ നമുക്ക് കോർ പേപ്പേഴ്സും ഉണ്ട് ഇലക്റ്റീവ് പേപ്പേഴ്സും ഉണ്ട്. 4 കോർ പേപ്പേഴ്സ് ഉണ്ട്, 4 ഇലക്റ്റീവ് പേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ പേപ്പറിനകത്തും എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് പേപ്പർ വരുന്നത് വിമൻസ് റൈറ്റിംഗ് ആണ്. പേപ്പർ കോഡ് വരുന്നത് BEGE 111 എന്ന് പറയുന്നതാണ് പേപ്പർ കോഡ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വിമൻ റൈറ്റേഴ്സിന്റെ വർക്ക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ വെർജീനിയ വൂൾഫിനെ പോലെയും കമല ദാസിനെ പോലെയുള്ളതും ഉള്ളവരൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വർക്ക്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവരൊക്കെ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ തന്നെ മെയിൻ ആയിട്ട് വരുന്ന തീംസ് എന്തൊക്കെയായിരിക്കും? ജെൻഡർ, അതുപോലെ എലിമിനേഷൻ, അങ്ങനത്തെ റെസിസ്റ്റൻസ്, അങ്ങനത്തെ തീംസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരാനും പോകുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് എടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ വെച്ചിട്ട് വേണം ഈ വർക്ക്സിനൊക്കെ അനലൈസ് ചെയ്യാൻ. ഇനി സെക്കൻഡ് വരുന്ന പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ്. BEGC 112 ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള TS എലിയറ്റ്സ്, യീറ്റ്സ്, വെർജീനിയ വൂൾഫ് അങ്ങനെയുള്ള ഒരുപാട് റൈറ്റേഴ്സിന്റെ വർക്ക്സ് ആണ് ഇതിനകത്ത് പഠിക്കാൻ വരുന്നത്. ആൻഡ് ഇതിനകത്ത് വരുന്ന മേജർ തീംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീം ഓഫ് അലിയനേഷൻ, അതുപോലെ തന്നെ നമുക്ക് കുറെ എക്സ്പെരിമെന്റ് സ്റ്റൈൽസ് കൊണ്ടുവന്നിട്ടുള്ള ഓതേഴ്സ് ആണ് ഇവരൊക്കെ അല്ലെ. നമ്മളെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ഇങ്ങനത്തെ ഒരുപാട് എക്സ്പെരിമെന്റ് സ്റ്റൈൽസ് കൊണ്ടുവന്നിട്ടുള്ള റൈറ്റേഴ്സ് ആണ് ഇവരൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു പേപ്പറിനെ നോക്കാൻ. അതുപോലെ തന്നെ ആ ഒരു മോഡേണിസം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു 20th സെഞ്ചുറി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടി നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്ന സമയത്ത് മൈൻഡിൽ വെക്കേണ്ടതാണ്. ഇനി മോഡേൺ യൂറോപ്യൻ ഡ്രാമയാണ് നെക്സ്റ്റ് പേപ്പർ വരുന്നത്. BEGC 113 ആണ് പേപ്പറിന്റെ കോഡ് വരുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഡ്രാമാറ്റിസ്റ്റിന്റെ ഒക്കെ വർക്ക്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മളുടെ ഹെൻറിക് ഇബ്സൺ, ബെർട്ടോൾഡ് ബർച്ച്, അതുപോലെ തന്നെ സാമുവൽ ബെക്കറ്റ്. അപ്പൊ ഇവരൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ ഇവർ എങ്ങനത്തെ ഒക്കെ റൈറ്റേഴ്സ് ആയിരുന്നു, ഏത് ടൈമിലൊക്കെ ആയിരുന്നു ഇവർ എഴുതിക്കൊണ്ടിരുന്നതെന്നൊക്കെ അല്ലെ. ഇവരുടെ വർക്ക്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എക്സിസ്റ്റൻഷ്യലിസം, എലിയനേഷൻ അങ്ങനത്തെ ഒക്കെ
തീംസ് ഒക്കെയാണ് ഇവരുടെ വർക്ക്സിലൊക്കെ അധികം വരിക. ആ ഒരു നമ്മളെ വേൾഡ് വാറിന്റെ ടൈം ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ആളുകളുടെ അല്ലെ ഒരു സോഷ്യൽ കൾച്ചറൽ പൊളിറ്റിക്കൽ ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മുടെ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദൂത്ത് എന്നൊക്കെ പറയുന്ന വർക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു എന്താ പറയാ ഒരു ഭയങ്കര നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആളുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു വർക്ക് ഉള്ളത് തന്നെ. അപ്പൊ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് മെയിൻലി അങ്ങനത്തെ തീംസും അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ കൾച്ചറൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് വേണം വർക്ക്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പേപ്പർ ആണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ്. പേപ്പർ കോഡ് വരുന്നത് BEGZ 114 ആണ്. ഈ പേപ്പറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പോസ്റ്റ് കൊളോണിയലിസം ആഫ്റ്റർ കൊളോണിയലിസം. അപ്പൊ ഈ കൊളോണിയലിസം എങ്ങനെയാണ് നമ്മൾ എഫക്ട് ചെയ്തതെന്നും അതുപോലെ തന്നെ ആ ഒരു തീംസ് ഓഫ് സ്ലേവറി അതുപോലെ തന്നെ ഏലിയനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാൻ വരുന്നത്. ആൻഡ് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ചിനുവ അച്ചീബിന്റെയും ഡെറക് വോൾക്കോട്ടിന്റെയും ഒക്കെ വർക്ക്സ് ആണ് ഇതിനകത്ത് പഠിക്കാൻ വരുന്നത്. ആൻഡ് ഈ ഒരു ഇത് പഠിക്കുന്ന സമയത്ത് ഹൗ കൊളോണിയലിസം നമ്മൾ ആ ഒരു നേറ്റീവ്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു വർക്ക്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ. സോ ഇതാണ് നമ്മുടെ കോർ പേപ്പേഴ്സ് വരുന്നത്. ഇലക്ടീവ് പേപ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് ആണ്. സോ ഇതിന്റെ പേപ്പർ കോഡ് വരുന്നത് BEGE 141 ആണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ജോർജ് ഓർവെൽ, EM ഫോസ്റ്ററിന്റെ ഒക്കെ വർക്കാണ് പഠിക്കാനുള്ളത്. സോ പ്രോസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് തീംസിനാണ് ഇമ്പോർട്ടൻസ്, അറ്റ് ദ സെയിം ടൈം സ്ട്രക്ചറൽ എലിമെന്റ്സ് ഓഫ് പ്രോസും ഇതിന് രണ്ടിനുമാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ആൻഡ് ഇത് പഠിക്കുന്ന സമയത്ത് തരാൻ പറ്റുന്ന ഒരു ടിപ്സ് ഇതിനകത്തുള്ള നറേറ്റീവ് ടെക്നിക്സ് എങ്ങനെയാണെന്നും വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് തീംസിനും സ്റ്റൈലിനും ഫോക്കസ് കൊടുക്കുക പഠിക്കുന്ന സമയം. നെക്സ്റ്റ് പേപ്പർ ആണ് അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് പേപ്പർ കോഡ് വരുന്ന BEGE 142 ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ആ ഒരു പ്ലോട്ട്, ക്യാരക്ടറൈസേഷൻ, സ്റ്റേജ് ക്രാഫ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് മോഡേണിസ്റ്റ് പ്ലേ റൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ഓതേഴ്സിന്റെ വർക്ക് വരുന്നുണ്ട്, ഷേക്സ്പിയറിന്റെ വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ആൻഡ് ഡ്രാമാറ്റിക് ടെക്നിക്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇതിലത്തെ ഡയലോഗ്സ് അതുപോലെ തന്നെ സോളിലോക്കീസ് ഇതൊക്കെ വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഡ്രാമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിലത്തെ ഡയലോഗും സോളിലോക്കീസും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു പേപ്പറിനെ കാണാൻ വേണ്ടിയിട്ട്. Then comes poetry, understanding poetry. ഇതിനകത്ത് പേപ്പർ കോഡ് വരുന്നത് BEGE 143 ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം പോയം ആയതുകൊണ്ട് തന്നെ പോയറ്റിക് ഫോം, ഇമേജറി, സിംബോളിസം, തീംസ്, സിംബൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു വർക്ക് പഠിക്കുന്ന ഈ ഒരു പേപ്പർ പഠിക്കുന്ന സമയത്ത് മെയിൻലി നിങ്ങൾക്ക് ഇതിനകത്ത് റൊമാൻറ്റിക് പോയിറ്റ്സിനെയും അതുപോലെ തന്നെ മോഡേണിസ്റ്റ് റൈറ്റേഴ്സിന്റെതും നിങ്ങൾക്ക് ഉണ്ടാവും. രണ്ട് പേരുടെയും വർക്ക് ഉണ്ട്. അപ്പൊ റൊമാൻറ്റിക് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെത്തുന്ന കുറച്ച് പോയിറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലെ, കീറ്റ്സ്, ഷെല്ലി ഇവരതൊക്കെ. അപ്പൊ ഇവരുടെയൊക്കെ വർക്ക്സ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുണ്ടാവുക. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തായിരിക്കും? തീംസിന് തന്നെയായിരിക്കും അല്ലെ. ആ ഒരു തീംസ് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് റൈറ്റേഴ്സിന്റെ മേജർ ആയിട്ട് വരുന്ന തീംസ് എന്തൊക്കെയായിരുന്നു? നേച്ചർ, ഇൻഡിവിജ്വൽ, ഇമോഷൻസ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അല്ലെ തീംസ് ഒക്കെ വരുന്നത്. സോ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പേപ്പർ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ ആണ്. BEGE 144 ആണ് ഈ പേപ്പറിന്റെ 144 ആണ് ഈ പേപ്പറിന്റെ കോഡ് വരുന്നത്.
ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ജെയിൻ ഓസ്റ്റൻ, ചാൾസ് ഡിക്കൻസ്, അതുപോലെ തന്നെ ബാക്കി കണ്ടംപററി റൈറ്റേഴ്സിന്റെ ഒക്കെ വർക്ക്സ് ആണ് ഇതിനകത്ത് പഠിക്കാൻ വരുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നറേറ്റീവ് ടെക്നീക്സും അതുപോലെ തന്നെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, ക്യാരക്ടറൈസേഷൻ. ഇതിനകത്ത് ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ ആ ഒരു സോഷ്യൽ കൾച്ചറൽ റെലവൻസ് ഓഫ് ദ നോവൽസ്. നമുക്കറിയാം ഏതൊരു നോവൽ എഴുതപ്പെടുമ്പോഴും അതിന്റെ ആ ഒരു സോഷ്യൽ കൾച്ചറൽ ആ ഒരു കോണ്ടെക്സ്റ്റ് അതിനകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു വർക്ക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. സോ ഇത്രയാണ് നിങ്ങളുടെ ആ ഒരു സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജിയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ജനറൽ സ്റ്റഡി ടിപ്സ്. സോ ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. നമ്മൾ എപ്പോൾ പഠിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസ്ഡ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് നമ്മൾ വിമൻസ് റൈറ്റിംഗും പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ്. അപ്പൊ ഈ രണ്ട് പേപ്പേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി കോർ പേപ്പേഴ്സിനും ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഇലക്റ്റീവ് പേപ്പേഴ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇലക്റ്റീവ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു പേപ്പർ എന്നല്ല അതിന്റെ അർത്ഥം. കമ്പയറിംഗ് വിത്ത് യുവർ കോർ പേപ്പേഴ്സ് അതിന് കുറച്ചും കൂടി ടൈം കുറവ് കൊടുത്താൽ മതിയേ ഉള്ളൂ. ബട്ട് രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. യൂസ് വിഷ്വൽ എയ്ഡ്സ്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ലിറ്ററേച്ചർ പേപ്പറിൽ ഒരുപാട് ഓതേഴ്സിന്റെ പേര്, കുറെ ലിറ്റററി മൂവ്മെന്റ്സ്, അതുപോലെ കുറെ പീരീഡ്സ് എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡ് മാപ്പ് വെച്ചിട്ട് വേണം പഠിക്കാൻ. ഈ മൈൻഡ് മാപ്പ് വെച്ച് പഠിക്കാനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ അറിയാം നമുക്ക് ലിറ്ററേച്ചർ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു വർക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ആ വർക്കിന്റെ എഴുതപ്പെട്ടിട്ടുള്ള ടൈം എപ്പോഴാണെന്ന് നമുക്ക് അറിയാം. ഇപ്പൊ ഒരു 15th to 16th സെഞ്ചുറിയിലാണ് ഒരു വർക്ക് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ ഒരു വർക്കിനകത്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറെയൊക്കെ ആ ഒരു തീം എന്നൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിന്റെ തീം തന്നെയായിരിക്കും ആ ഒരു നോവലിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ഡ്രാമനകത്തൊക്കെ മെയിൻ ആയിട്ടും വന്നിട്ടുണ്ടാവാം. സോ അങ്ങനെ നമുക്ക് ആ ഒരു വിഷ്വൽ അതായത് മൈൻഡ് മാപ്പ് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി രസകരമായിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കാണാൻ പറ്റും. ദെൻ കം പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ്. നമുക്കറിയാം എസ്സേസ് ഒക്കെയാണ് എഴുതാനുള്ളത് അല്ലെ. അപ്പൊ എസ്സേസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം. പെട്ടെന്ന് നമ്മൾ എക്സാം ഹോളിൽ കയറിയിട്ട് ഒരു എസ്സേ എഴുതാൻ തുടങ്ങി നമുക്ക് ആ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച പോയിന്റ്സ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കണമെന്നോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പോയിന്റ് മിസ് ഔട്ട് ആവാതെ കിട്ടണമെന്നൊന്നുമില്ല. നമുക്കത് ആ റെഗുലർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, എസ്സേസ് ഒക്കെ നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എല്ലാം റികളക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പൊ ആ ഒരു പ്രാക്ടീസ് ആൻസർ ആയിട്ട് എസ്സേസ് ഒക്കെ ഒന്ന് എഴുതി അറ്റ്ലീസ്റ്റ് 1 essay a day എന്നുള്ള പോലെ തന്നെ ഏതെങ്കിലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ റാൻഡം ആയിട്ട് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പിക്ക് ചെയ്യുക, സ്വന്തമായി എഴുതി നോക്കുക, എല്ലാ പോയിന്റ്സും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സ്വന്തം ഒരു ഇവാലുവേഷൻ, സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നത് നല്ലതായിരിക്കും. റിവൈസ് റെഗുലർലി. നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആണ് അല്ലെ. ഭയങ്കര ഓഷ്യൻ പോലെ കിടക്കുന്ന ഒരു പേപ്പറാണ്. എത്ര വായിച്ചാലും എത്ര മെറ്റീരിയൽസ് റെഫർ ചെയ്താലും പിന്നെയും വായിക്കാനും റെഫർ ചെയ്യാനുള്ളത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അത്രയും കുറെ വായിക്കുന്ന സമയത്ത് അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ടുള്ള ഒരു റിവിഷൻ നടത്തണം. അപ്പൊ കുറെ പഠിക്കുന്നതിന്റെ കൂടുതലായിട്ടും വായിക്കുന്ന സാധനം റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക, ഓർത്തിരിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലത്. ദെൻ കം എക്സാം ഡേ സ്ട്രാറ്റജി. എക്സാം ഡേ സ്ട്രാറ്റജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. നമുക്കറിയാം എസ്സേസ് ഒക്കെയാണ് എഴുതാൻ വരുന്നത് അല്ലെ. എസ്സേസ് അപ്പൊ ആദ്യത്തെ ഒരു എസ്സേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറെ സമയമൊക്കെ എടുത്ത് എഴുതിയിട്ട് ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ടൈം ഒന്നും ഇല്ലാതെ എന്തൊക്കെയൊക്കെയോ എഴുതി കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾക്ക് ഒരു പ്രോപ്പർ ഒരു ടൈം കീപ്പ് ചെയ്യുക. ഒരു എസ്സേക്ക് ഇത്ര ടൈമാണ് കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു ടൈം ആദ്യം ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് എസ്സേസ് ഒക്കെ എൻഡ് ചെയ്യാനും ക്വസ്റ്റ്യൻ ആൻസറിങ് ഒക്കെ എൻഡ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഒന്ന് എഴുതിയത് വായിച്ചു നോക്കാനുള്ള ഒരു ടൈം വളരെ ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് നമ്മൾ സ്പീഡിൽ എഴുതുന്ന സമയത്ത് ഗ്രാമർ ഇപ്പോൾ നമുക്ക് അറിഞ്ഞാൽ തന്നെ നമ്മൾ സ്പീഡിൽ എഴുതി പോകുന്ന സമയത്ത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ഒരു റീഡിംഗ് ടൈം നമ്മൾ ഒരു 5 to 10 minutes അവിടെ ബാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് മൊമെന്റ് വരെ ഇരുന്ന് എക്സാം എഴുതുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇഫക്റ്റീവ് പ്രസന്റേഷൻ. നമുക്ക് എസ്സേസ് ഒക്കെ ഭയങ്കര ലെങ്തി ആയിട്ട് എഴുതാനുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു എസ്സേന്റെ അകത്തൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് എല്ലാം വായിക്കണം എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഈ എക്സാം പേപ്പർ കറക്റ്റ് ചെയ്യുന്ന എല്ലാം വായിക്കണം എന്ന് നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയിരിക്കും വായിക്കുന്നുണ്ടാവുക, അതിനുശേഷം പിന്നെ ചിലപ്പോൾ എൻഡിങ്ങിലേക്കൊക്കെ വായിച്ചു എന്നും വരാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഴുതിയ സംഭവങ്ങളൊക്കെ അവർ മിസ് ഔട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യുക. വിത്ത് എ പെൻസിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കോട്ട് ചെയ്തിട്ടൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ആ കോട്ട് ചെയ്തതൊക്കെ നിങ്ങൾ കറക്റ്റ് കൊട്ടേഷൻ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ ഒരു സ്പേസ് ലീവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പാസേജിന്റെ
പാസേജ് നെക്സ്റ്റ് പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് കോട്ട് ചെയ്തിട്ട് എഴുതുക. അങ്ങനെ പെട്ടെന്ന് അവർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു പേപ്പർ മറിച്ച് നോക്കുമ്പോൾ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്ത് വെക്കുക. അപ്പൊ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വലിയ ഗ്യാപ്പ് ഒന്നും വരുന്നത് 2-3 ദിവസം നന്നായി പഠിച്ചു ഇനി ഒരു 2 ദിവസം ഞാൻ ബ്രേക്ക് എടുക്കാം അങ്ങനെയൊന്നും ചെയ്യരുത്. പഠിക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് സമയമാണെങ്കിലും പഠിക്കുമ്പോൾ നന്നായി ഇരുന്ന് പഠിക്കുക. റെഗുലർ ആയിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിക്കാതെ ഷോർട്ട് ബ്രേക്ക് ഒക്കെ എടുത്ത് ഒരു 1 hour പഠിക്കുമ്പോൾ ഒരു 5 to 10 minutes ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. ആൻഡ് റിമെമ്പർ, ലിറ്ററേച്ചർ ഇസ് എ മിറർ ഓഫ് സൊസൈറ്റി ആൻഡ് എ ലെൻസ് ടു എക്സ്പ്ലോർ ഹ്യൂമൻ ഇമോഷൻസ്. എംബ്രേസ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് പാഷൻ. സോ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിറർ ടു സൊസൈറ്റി, മിറർ ടു അവർ സെൽഫ്. നമ്മൾ എന്താണോ, നമ്മളെ സൊസൈറ്റി എന്താണെന്ന് കാണിച്ചു തരുന്ന ഒന്നും കൂടിയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതൊരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് നിങ്ങൾ എക്സാം പോയിന്റ് അങ്ങനെ കാണാതെ അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിനെ തന്നെ പഠിക്കാൻ എന്നുള്ള രീതിയിൽ എടുത്ത് പഠിക്കുക. എൻജോയ് ലേണിംഗ്. അത്രയാണ് നമ്മളെ ലിറ്ററേച്ചർ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. സോ ദാറ്റ്സ് ഇറ്റ്. നന്നായി പഠിക്കുക. നമുക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ബാക്കി എക്സാം അപ്ഡേറ്റ്സും ഒക്കെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ റെഗുലർ ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പ്രിപ്പയർ വെൽ. ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.